ഞാൻ പുറമേ കാണുമ്പോൾ എല്ലാം നന്നായിരിക്കുന്നു, ആർക്കും ഒരു സംശയം എന്നെക്കുറിച്ചില്ല. പക്ഷേ എനിക്കറിയാം ഐ എം ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ. ഒരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 29-ാം വാക്യം. ഐസയ്യാ ചാപ്റ്റർ 40 വേഴ്സ് 29. യെശയ്യാ 40:29. മലയാളത്തിൽ ഇങ്ങനെയാണ്: അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ഇന്ന് രാവിലത്തെ സർവീസിലും ഈ ഒരു ചെറിയ വചനമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒത്തിരി പേരെ അത് ധൈര്യപ്പെടുത്തി എന്നെനിക്കറിയാം. ഒത്തിരി പേര് ധൈര്യപ്പെട്ടു, ഒത്തിരി പേർക്ക് ഒരു ശക്തി ദൈവം തന്നു എന്നെനിക്ക് ഇത് കഴിഞ്ഞിട്ട് പലരും എന്നോട് നേരിട്ടും പറഞ്ഞു, അല്ലാതെയും പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ ശക്തി ക്ഷയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഇന്ന് ഈ ഉച്ചയെടുക്കുന്ന സമയത്ത് വീണ്ടും കർത്താവ് തൻ്റെ വചനത്തിലൂടെ പറയുക, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി. വിശന്നിരിക്കുന്നവനാണ് ഭക്ഷണം വേണ്ടത്. ഉണ്ട് നിറഞ്ഞിരിക്കുന്നവന് വീണ്ടും ഭക്ഷണം വേണ്ട. ഇവിടെ ബലം വേണ്ടാത്തവർക്ക് ബലമില്ല. പക്ഷേ ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ശക്തി തരുമെന്ന് ആരാ പറയുന്നത്? കർത്താവ് പറയുന്നു. ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ശക്തി തരാം. നീ ബലമില്ലാതെ വന്നിരിക്കുന്നു, ക്ഷീണിച്ച് വന്നിരിക്കുന്നു, ഞാൻ നിന്നെ ശക്തിപ്പെടുത്താം, ഞാൻ നിനക്ക് ബലം തരാം. അടുത്തത്, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി വേണം. ഇനി ബലം കുറഞ്ഞിരിക്കുന്നവന് ബലം വർദ്ധിപ്പിക്കുന്നു. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, എനിക്കിപ്പം പഴയ പോലൊന്നും വയ്യ. അതിൻ്റെ അർത്ഥം എന്താ? ബലം കുറഞ്ഞു പോകുമെന്നാണ് അർത്ഥം, അല്ലേ? പക്ഷേ നമുക്ക് ബലം തരുമ്പം പഴയ പോലെയല്ല, പഴയതിനെക്കാട്ടിലും ബലം ദൈവത്തിന് തരാൻ പറ്റും. അതിന് ഒരു സംശയമില്ല പ്രിയപ്പെട്ടവർ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ അടുത്ത വാക്യം വായിച്ചേ, 30-31 കൂടെ വായിച്ചേ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. ക്ഷീണിക്കുക മാത്രമല്ല, തളർന്നു പോകും. ബാല്യത്തിലാണ് അവർക്ക് എന്താണ് അവരുടെ പീക്ക്, അവരുടെ ഹെൽത്തിൻ്റെയൊക്കെ അല്ലേ ഉച്ചകോടിയിൽ നിൽക്കുന്നവരാണ് നമ്മൾ പറയും. പക്ഷേ ഇല്ല, അവർ ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാരും ഇടറി വീഴും. അപ്പം ബാല്യക്കാരും യൗവനക്കാരും നമ്മൾ വിചാരിക്കും അവർക്കാണ് ഏറ്റവും കൂടുതൽ ബലം. ഇല്ല, അവർ ക്ഷീണിച്ച് ഇടറി വീഴുന്ന സമയമുണ്ടാവും. പക്ഷേ അടുത്തത്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ യഹോവയെ കാത്തിരിക്കുന്നവർ അവരെന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കഴുകന്മാരെ പോലെ അടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കണ്ടോ? അത് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാം? വെൻ ഐ വെയിറ്റ് ഓൺ ഹിം മൈ സ്ട്രെങ്ത് ഇസ് റിന്യൂഡ്, സോ ഐ മേ ഫ്ലൈ വിത്ത് ഈഗിൾ സ്ട്രെങ്ത്. ഈ പക്ഷികളിൽ ഏറ്റവും ശക്തിയുള്ളത് ഈഗിൾ, കഴുകനാണ്. കഴുകൻ എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഒരുപോലെ പറന്നു പോകും. ഏറ്റവും ഉയരത്തിൽ പോയി പറക്കുന്നതും കഴുകനാണ്. അങ്ങനെയാണെങ്കിൽ ആ ഈഗിൾ സ്ട്രെങ്ത് ആണ്. പിന്നെ ഇനി ഞാൻ നടക്കുകയും ഓടുകയും ചെയ്യുമ്പോഴോ എനിക്ക് കിട്ടുന്നത് ഹോഴ്സ് പവറാണ്. നമുക്കറിയാമല്ലോ വാഹനങ്ങളുടെയൊക്കെ ഈ പവർ നമ്മൾ അളക്കുന്നത് ഹോഴ്സ് പവർ എന്നാണ് പറയുന്നത്, കുതിരശക്തി. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുതിരകളോട് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യും? കുതിരയെക്കാട്ടിലും ശക്തി. കുതിരയ്ക്കൊരു ലിമിറ്റുണ്ട്, പക്ഷേ അതിനെക്കാട്ടിലും ശക്തിയോട് കഴുകൻ്റെ ആ ഉയരത്തിലുള്ള ആ ശക്തി അത് നമുക്ക് തരും. ഇനി അതിൻ്റെ 41-ാം അധ്യായത്തിലേക്ക് വന്നേ. ചാപ്റ്റർ 41, 14 and 15. ഞാൻ പറയില്ലേ, വലിയ പ്രസംഗമൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മെ ഒന്ന് സംസാരിച്ച് നമ്മളോടൊന്ന് ഇടപെട്ട് ഒന്ന് ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി കർത്താവ് വായിക്കാൻ പോവുക. ഓക്കെ, ചാപ്റ്റർ 41, 14 and 15. പുഴുവായ യാക്കോബേ. നമ്മളെങ്ങാനും കയറി പുഴുവെന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ വന്നൊന്ന് വലിയ പാട്ടൊക്കെ പാടും. എന്താണ്? വന്ദനമേശു വരാന്നുള്ള പാട്ടിനകത്ത് ഈ പുഴുക്ക് എന്തോ ഇന്നു നിൻ സന്നിധിയിൽ, അല്ല അത് അടിയാരാണ്. പിന്നെ ഏതാ? അത് ഇത്ര മഹത്വമുള്ള പദവിയെ. അയ്യടാ, ഈ പുഴുവെന്നൊക്കെ പാടാൻ കൊള്ളാം. പക്ഷെ ആരെങ്കിലും ഒന്ന് പുഴുവെന്ന് വിളിച്ചു നോക്കണം, അപ്പോഴറിയാം ഈ പുഴുവിൻ്റെ തനി സ്വഭാവം, അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യു ആർ ലൈക്ക് എ വോം. ഒരു പുഴുവാണ് നീ.
പക്ഷെ യാക്കോബേ നീ ഒരു പുഴുവാണ്, പക്ഷേ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. അടുത്തത് അവിടുത്തെ വാഗ്ദത്തം എന്തുവാ? 15-ാം വാക്യം. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമാ. ഇതിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു പിടിയും കിട്ടും. ബുൾഡോസർ എന്ന് പറഞ്ഞാൽ അതായമാർക്കറിയാം അല്ലേ? നിന്നെ ഞാൻ ബുൾഡോസറാക്കും. പർവ്വതങ്ങളൊക്കെ ഇടിച്ച് നിരത്തി പോകുന്ന ഒരു സാധനം ബുൾഡോസറാക്കും. നീ വെറും പുഴുവാ അല്ലേ? പുഴുവാണ്, ചതഞ്ഞരഞ്ഞു പോകുന്ന പുഴുവെന്ന് ചിന്തിക്കും. പക്ഷേ ഈ പുഴുവായ നിന്നെ ഞാനൊരു ബുൾഡോസറാക്കും. പിന്നെ നീ പുഴുവല്ല, നീ പറഞ്ഞ പോലെ പർവ്വതങ്ങളെ ഇടിച്ചു നിരത്തുന്ന പുഴുവാകും. പക്ഷേ അത് പുഴുവല്ല, ബുൾഡോസർ. പക്ഷേ പുഴുവാണ് സംഗതി. പക്ഷേ ദൈവമാക്കുമ്പം പിന്നെ പുഴുവായിട്ടല്ല. വിളിച്ചപ്പം പുഴുവെന്നാണ് വിളിച്ചത്, പക്ഷേ നിന്നെ ആക്കാൻ പോകുന്നത് ബുൾഡോസറാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഇത് നമ്മൾ ശരീരത്തിലെ ക്ഷീണം മാത്രമല്ല, മനസ്സിലും ക്ഷീണിച്ച് ആത്മാവിലും തളർന്ന് ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരവസ്ഥയിൽ, ഞാൻ എന്താണെന്നറിയത്തില്ല, ഈ ദിവസം 2 ആഴ്ചയായിട്ട് വല്ലാത്തൊരു ഡ്രൈനെസ് ഞാൻ കാണുന്നു. അത് ചർച്ചിലെന്നുള്ളത് മാത്രമല്ല, ഞാൻ പലരോട് സംസാരിക്കും. ചർച്ചിന് പുറത്തുള്ള മറ്റ് പാസ്റ്റേഴ്സ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പല പാസ്റ്റേഴ്സിനോട് സംസാരിച്ചു. അവരെല്ലാം എന്ത് പറ്റിയെന്നറിയത്തില്ല പാസ്റ്ററെ, പെട്ടെന്നൊരു ഡ്രൈനെസ്, എന്താണെന്നറിയത്തില്ല, വല്ലാത്തൊരു ഒരു 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 വരൾച്ച അനുഭവപ്പെടും. ഞങ്ങളുടെ ശുശ്രൂഷയിലും എല്ലാത്തിലും. എന്താ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഇത് പറഞ്ഞാലേ എഴുന്നേറ്റിരിക്കാൻ തോന്നുന്നില്ല, അങ്ങ് എപ്പോഴും ഉറങ്ങണം, എപ്പോഴും കിടക്കണം, ക്ഷീണം. ഇങ്ങനെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും എല്ലാം വല്ലാത്തൊരു ക്ഷീണം വന്നിരിക്കുന്നു എന്ന് പലരും വായെടുത്ത് പറയുന്നത് ഞാൻ കേട്ടു. ശരിയാണ്, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ക്ഷീണം വരും. ആത്മീയരെന്ന് പറയുമ്പോഴും നമുക്ക് ആത്മാവിലൊരു ക്ഷീണമൊക്കെ വരും. പക്ഷേ ക്ഷീണം വരുമ്പം തന്നെയാണ് പറയുന്നത്, ബലമില്ലാത്തവന് ഞാൻ ബലം വർദ്ധിപ്പിക്കും, തളർന്നിരിക്കുന്ന നിന്നെ നിന്നെ ഞാൻ ബലപ്പെടുത്തും. ഇന്ന് ഈ ഉച്ച സമയത്ത് കർത്താവ് നമ്മളെ ബലപ്പെടുത്താൻ പോവുക. പൗലോസ് പുതിയ നിയമത്തിലേക്ക് വരാം. 2 കൊരിന്ത്യരിലേക്ക് വരുമ്പം 1-ാം അധ്യായം 8-9 വാക്യം, 2 Corinthians chapter 1 verse 8 and 9. അവിടെ വരുമ്പം അവിടെ പൗലോസ് എന്താ പറയുന്നത് നോക്കിയേ. പൗലോസ് പറയുന്നൊരു കാര്യം, സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ജീവനോടിരിക്കുമോ എന്ന് തന്നെ ഞങ്ങൾക്ക് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഞങ്ങൾ അത്യന്തം ഭാരപ്പെട്ടു. വി ആർ ബർഡൻഡ് ബിയോണ്ട് മെഷർ. അപ്പോൾ എന്ത് ചെയ്തു? അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ, വി ആർ ബർഡൻഡ് ബിയോണ്ട് മെഷർ, എബവ് സ്ട്രെങ്ത്, സോ ദാറ്റ് we should not trust in ourselves but in God who raises the dead. എന്തിനാണ് ഈ കഷ്ടത്തിലൂടെ, ഈ ഒരു പ്രയാസത്തിലൂടെ കടത്തി വിട്ടതെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഒരിക്കലും ഞാൻ എന്നിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. ഇപ്പം മനസ്സിലായോ? നമ്മളെ ചില കഷ്ടങ്ങളിലും ചില ക്ഷീണാവസ്ഥയിലൂടെയും ചില ബലഹീനാവസ്ഥയിലൂടെയും ദൈവം നമ്മളെ കടത്തി വിടുന്നത് വിത്ത് എ റീസൺ, ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? അതായത് ഒരു കാരണവശാലും ആശ്രയം നീ നിന്നിൽ വയ്ക്കരുത്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. ഒരു ആമയും പറഞ്ഞാട്ട്. പലപ്പോഴും നമ്മൾ ഈ മറ്റുള്ളവരിൽ നമ്മൾ ഒത്തിരി ആശ്രയിക്കും. മനുഷ്യരാണ് നമ്മളല്ലേ. ഒരു ആവശ്യം വരുമ്പം, ഒരവസ്ഥ വരുമ്പം മറ്റുള്ളവരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാകും, ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കും, ആരെങ്കിലും വന്ന് എന്നെ എന്ത് ചെയ്യും, ഒന്ന് സഹായിക്കുമെന്ന് ചിന്തിക്കും. പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ മറ്റുള്ളവർ ഒന്നും വരുത്തുമില്ല, അവരൊന്നും ചെയ്യത്തില്ല. ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളം, സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിക്കുന്നു. ഈവൻ എൻ്റെ ഉള്ളം. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴെങ്കിലും നമ്മൾ നമ്മോട് തന്നെ സംസാരിക്കണം. ഈ സങ്കീർത്തനത്തിന് നല്ല ഉദാഹരണമാണ്. എൻ മനമേ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ തന്നെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? കാണുന്നവർ വട്ടാന്ന് വിചാരിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനക്കാരെല്ലാം വട്ടന്മാരാ. കാര്യം അവരെന്താ? എൻ മനമേ യഹോവേ വാഴ്ത്തുക, എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ നിരങ്ങുന്നത് എന്ത്, എൻ മനമേ നീ സ്വസ്ഥത എന്താണ് സ്വസ്ഥമായിരിക്കുക അല്ലേ? അപ്പം എൻ മനമേ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും എന്നോട് എന്നെ സംസാരിക്കേണ്ട ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നോട്ട് സംസാരിച്ചോ, ആരെന്തും പറഞ്ഞോട്ടെ, ആരും കാണാൻ സംസാരിക്കരുത്. മുറിക്കാത്ത ഒരു കഥ ഉടച്ചിട്ട് തട്ടിച്ച് ഒരു തട്ടൊക്കെ കൊടുക്ക്, ഒരു എൻ മനമേ. അത് 2 ഇടിയൊക്കെ ഇടിച്ചോ, കുഴപ്പമില്ല. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാണെങ്കിൽ തട്ടുമ്പോൾ ശരിയാവും. അടുത്ത 2 ബ്ലോക്കും കൂടെ പൈസ ഇല്ലാതെ പൊയ്ക്കോളും അല്ലേ? ഇന്നിപ്പോൾ ഞാൻ കേൾക്കുന്നൊരു വലിയ പ്രശ്നം, നമ്മുടെ തന്നെ സഹോദരന്മാർ പലരും
ആൻജിയോപ്ലാസ്റ്റി 1 ചെയ്തു. അപ്പം ഡോക്ടർമാർ പറഞ്ഞു 3 എണ്ണം ഉണ്ട്, വലുതിപ്പം ചെയ്യാം, പിന്നെ ചെയ്യാം. അപ്പോൾ ഇപ്പം പ്രശ്നം എന്താ, പണ്ടില്ല ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു പല്ലെടുത്തിട്ട് ഇനി 2 കൂടെ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് വിളിക്കും അടുത്ത പല്ലെടുക്കാൻ എപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം, തിരുവനന്തപുരത്തെ എല്ലാ വലിയ ആശുപത്രിയിൽ നിന്നും വിളി വന്നുകൊണ്ടിരിക്കുക, അടുത്ത ബ്ലോക്കിന് എപ്പോഴാണ് വരുന്നത്. ഞാൻ ബൈ ദ വേ നമ്മുടെ ഡോക്ടർ ടീന ജനറൽ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ജനലാശുപത്രിയിൽ പോയി പുള്ളിക്കാരത്തി നോക്കിയിട്ട് പറയും ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ എന്തായാലും പറഞ്ഞാലും ഈ ഒരു 2 തട്ടൊക്കെ ഇവിടെ തട്ടുന്നത് നല്ലതല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ. ചിലപ്പോൾ കണ്ടോ ഡോക്ടർ പറയുന്നു കുഴപ്പം, കാർഡിയോളജിസ്റ്റ് പറയുന്നു 2 തട്ടൊക്കെ നല്ലതാണെന്ന് അല്ലേ. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മളെ ഒന്ന് തട്ടിയിട്ട് പറയും, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് വൻ കാര്യം ചെയ്തിരിക്കുന്നു. നീ മനം വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയും അല്ലേ. ഇതൊക്കെ നമ്മോട് പറയേണ്ട ചില വാക്യങ്ങളാണ്. സങ്കീർത്തനം വായിച്ചിങ്ങനെ വിട്ടാൽ പോരാ, ഇത് നമ്മോട് പറയേണ്ട ചില വാക്കുകളുണ്ട്. At times when we get discouraged, at times when we feel like depressed. ഈ ദിവസങ്ങൾ എന്നോട് ചിലരെങ്കിലും വ്യക്തിപരമായിട്ട് എന്നോട് പേഴ്സണലി കൺഫസ് ചെയ്തൊരു കാര്യമുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഐ എം ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ പാസ്റ്റർ. ഞാനൊരു ഡിപ്രഷനിലോട്ട് പോകാനോ സംശയമുണ്ട്. ഞാൻ പുറമേ കാണുമ്പോൾ എല്ലാം നന്നായിരിക്കുന്നു, ആർക്കും ഒരു സംശയം എന്നെക്കുറിച്ചില്ല, പക്ഷേ എനിക്കറിയാം ഐ എം ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ അല്ലേ. അതിൻ്റെ അർത്ഥം നമ്മൾ മനുഷ്യരാണ്, ഡിപ്രഷനിൽ കൂടെ പോകും. 2 ആഴ്ച മുമ്പ് ജെയിംസ് കോശി ബ്രദർ ഇവിടെ ഒന്ന് പ്രസംഗിച്ച് ഓർക്കുന്നുണ്ടല്ലോ, ഡിപ്രഷനെ പറ്റി ഒരു ക്ലാസ് എടുത്തു. അതിന് മുമ്പ് താനൊരു അനുഭവത്തിൽ കൂടെ പോയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴും അത് പോയോ എന്നൊരു സംശയം ഞങ്ങൾക്കും തോന്നി. പക്ഷേ ഇല്ല, കുഴപ്പമില്ല. അത് നല്ലൊരു സത്യം, നമ്മൾ മനുഷ്യരാ, നമുക്ക് ഈ ഡിപ്രഷൻ വരും പ്രിയപ്പെട്ടവരെ. അത് ഡിപ്രഷൻ വരുന്ന ഒരു അപൂർവ കാര്യമൊന്നുമല്ല, അത് വരും. നമ്മൾ മനുഷ്യരാണ്, ഈ ജഡത്തെ ജീവിക്കും, ഇതൊക്കെ വരും. പക്ഷെ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഈ വചനത്തിലൂടെ വീണ്ടും വീണ്ടും നമ്മളെ വീണ്ടും കൈപിടിച്ച് കയറ്റി വീണ്ടും നമ്മളെ കടത്തി മുന്നോട്ട് വിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സമയത്ത് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഈ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നത്, അവൻ തീർച്ചയായിട്ടും അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. നമുക്ക് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്കൊന്ന് വന്ന്, എക്സഡസ് ചാപ്റ്റർ 15, അവിടെ അതിൻ്റെ 11-ാം വാക്യം, 15-ാം അധ്യായം 11-ാം വാക്യം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യം. സ്തുതികളിൽ ഭയങ്കരനെ യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യമുള്ള. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, ഹീ ഈസ് എ ഗോഡ് ഓഫ് മിറക്കിൾസ് അല്ലേ. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അതാണ് ഞാനീ പറയാൻ വന്നത്. അപ്പം നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം തന്നെയാണ്. അവനാൽ കഴിയാത്തതല്ല, അസാധ്യമായത് ഒന്നുമില്ല. ഇനി നമുക്കറിയാം, അതിനു മുമ്പ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പഴയ നിയമത്തിൽ, യേശു ക്രൂശിൽ വന്ന് മരിക്കുന്നതിന് മുമ്പേ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുക, ഐ എം ദ ലോർഡ് വിച്ച് ഹീൽസ് യു, ഹൂ ഈസ് ഹീലിംഗ് യു. നിന്നെ സൗഖ്യമാക്കുന്ന ഒരുവനെ ഉള്ളത് ഞാനാ, നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയായ ഞാൻ, യഹോവ റാഫ എന്നുള്ള പദമൊക്കെ നമ്മൾ പറയും. അപ്പം ഈ സൗഖ്യം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം തന്നെയാണ് അല്ലേ. ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന് അന്ന് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ യഹോവ തന്നെയാണ് ഇന്നും. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. ഇനി എൻ്റെ പാപം മാത്രമല്ല ക്രൂശിൽ യേശു വഹിച്ചത്, എൻ്റെ രോഗവും വഹിച്ചു അല്ലേ. എൻ്റെ 103-ാം സങ്കീർത്തനം നമ്മൾ 3-ാം വാക്യം നമ്മളെന്താ പറയുന്നത്, അവനെൻ്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു അല്ലേ. അവനെൻ്റെ പാപം മാത്രമല്ല ക്ഷമിച്ചു തന്നത്, എൻ്റെ രോഗവും സൗഖ്യമാക്കുന്നതിനാണ്. അപ്പം അങ്ങനെ ഇരിക്കെ, at times, in spite of all the promises we have, especially for healing, the truth is, the plain reality is, sometimes we are sick. ഞാനീ പറയുന്നത് ഇതൊരു ചിലർക്കെങ്കിലും നെഗറ്റീവായിട്ട് തോന്നി, ഇയാൾ എന്തോ ഈ പറഞ്ഞ് സ്ഥാപിക്കാൻ വരുന്നത്. ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ടേ സംസാരിക്കുന്നത്. ദൈവം സൗഖ്യമാക്കുന്നവനാണ്, സൗഖ്യമാക്കുന്ന യഹോവ തന്നെയാണ്. കാൽവരി ക്രൂശിൽ രോഗം കൂടി അവൻ വഹിച്ചതാണ്, രോഗത്തിനുള്ള വിലയും കൊടുത്തതാണ്. പക്ഷേ ഈ നല്ല വാഗ്ദത്തങ്ങൾ ഉള്ളപ്പം ചില സമയത്ത് നമ്മൾ രോഗികളായി തീരുന്നു, നമ്മൾ ക്ഷീണിതരായി തീരുന്നു. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ 2 കൊരിന്ത്യർ 12-ാം അധ്യായം 8-9 വാക്യം വായിക്കുമ്പം പൗലോസിൻ്റെ ഒരു അനുഭവം നമുക്കൊന്ന് നോക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 8-9 വാക്യം. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. എന്താണ് ഈ അത്? എന്നെ കുത്തുവാൻ ജഡത്തിലൊരു ശൂലം. എന്താണ്? എ തോൺ ഇൻ മൈ ഫ്ലഷ്. അതെന്നെ കുത്തുക. ഈ കുത്തുക എന്ന് പറഞ്ഞാൽ
ഒരു ശരീരത്തിലെ ഒരു വേദന മാത്രമല്ല, പലപ്പോഴും ഈ കുത്ത് ശരീരത്തിലാണെങ്കിൽ അങ്ങ് സഹിക്കുക. നമ്മൾ എത്ര പെൻസിലി എടുക്കുന്നവരും ഗ്ലൂക്കോമീറ്റർ എടുക്കുന്നവരൊക്കെ എത്ര കുത്താണ് നിങ്ങൾ കുത്തുന്നത് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒന്നും സെൻസേഷൻ ഇല്ല. എന്താ കുത്തി 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 അതാണ് ഈ കുത്ത് പിന്നെ സഹിക്കുക. പക്ഷേ ഏറ്റവും വലിയ കുത്ത് എന്താണെന്നറിയാം? അകത്ത് കിട്ടുന്ന കുത്ത്, അതാണ് വലിയ അല്ലേ? അപ്പം ഈ കുത്ത് എന്തോ തന്നെ നിരന്തരം കുത്തുന്ന ഒരു ശൂലം പൗലോസിന് ഉണ്ടായിരുന്നു. അതൊന്ന് നീങ്ങിപ്പോണമെന്ന് എന്ത് ചെയ്തു? 3 വട്ടം കർത്താവിനോട്, അത് എത്ര സുവാസമായിരുന്നു നമുക്കറിയത്തില്ല, എത്ര പേരോട് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്നറിയത്തില്ല. കാണുന്നവരോടൊക്കെ പൗലോസ് പറയായിരിക്കും, ഒന്ന് ബ്രദറെ പ്രാർത്ഥിക്കണേ, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ, എനിക്കൊരു ശൂലം അതൊന്ന് മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ശരി, അത് 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോഴോ അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ നിനക്ക് മതി. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, പൗലോസിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്നുള്ളത് ഓർക്കണം. ആര് പറഞ്ഞു ഉത്തരം കിട്ടിയില്ല എന്ന്? പൗലോസിന് ഉത്തരം കിട്ടി. ശൂലമാണ് മാറ്റിത്തരാൻ പറഞ്ഞത്. പക്ഷേ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് നമ്മുടെ ഒരു ഇരിപ്പ് കണ്ട കൃപ ആധാറുകയാണ്. ശൂലം മാറ്റിത്താ, കൃപ കർത്താവ് വെച്ചോ, എനിക്ക് വേണ്ട, ശൂലം മാറ്റിത്താ. ഇതാണ് ഇന്നത്തെ വിശ്വാസികളുടെ പ്രശ്നം. കർത്താവിൻ്റെ കൃപയെ നമ്മൾ വൃഥാവാക്കുക. ശരിക്കും പറഞ്ഞാൽ വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ കൃപയുടെ വലിപ്പം, മഹത്വം അറിഞ്ഞാലുണ്ടല്ലോ, അയ്യോ അതുമാത്രം മതി, പിന്നെ നമുക്കൊന്നും വേണ്ട. ഇന്ന് ഈ ഉച്ച സമയത്ത് ഞാൻ പറയുക, ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ കടന്നു പോകുന്ന ശൂലം എന്ത് തന്നെയാണെങ്കിലും, നമ്മളെ കുത്തുന്ന അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും, അതിന്മേൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു നീക്കമല്ല ദൈവം അതിന് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പേ ദൈവം തൻ്റെ കൃപ ഇങ്ങ് തരും. ഇന്നൊരു തീരുമാനം എടുക്കണം, എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണോ അതോ ഇല്ല, ഈ ശൂലം മാറുന്നത് വരെ ഞാൻ വിട്ടു കൊടുക്കത്തില്ല, ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല, പക്ഷേ ഈ കൃപ മേടിച്ചോണം. കൃപ ഇങ്ങോട്ട് ദൈവം തരാമെന്ന് പറയുമ്പോൾ, അയ്യോ കർത്താവേ കൃപ മതി, കർത്താവേ കൃപ മതി. ശരി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി, എൻ്റെ ശക്തി. കണ്ടോ, കർത്താവ് പറയും, എൻ്റെ ശക്തി, ഐ വിൽ പോർ ഔട്ട് മൈ സ്പിരിറ്റ്. എൻ്റെ ശക്തി ഈ മൺകൂടാരത്തിൽ ഞാൻ തരും. നിൻ്റെ ഈ ബലഹീനതയിൽ എൻ്റെ ശക്തി ഞാൻ തരും. ഇന്ന് ഈ ഉച്ചയ്ക്ക് ദൈവം ചോദിക്കുക, മോനെ നിൻ്റെ ഈ ബലഹീന അവസ്ഥയിൽ, നിൻ്റെ ഈ ക്ഷീണ അവസ്ഥയിൽ എൻ്റെ ശക്തി തരാൻ വേണോ? നമുക്ക് ആ കൂടി ശക്തി വേണ്ടത് അന്യഭാഷ പറയാൻ മാത്രം ശക്തി വേണം. അന്യഭാഷ പറയണം, ശക്തി കയറുമ്പോൾ നമുക്ക് ശക്തി വരും, അന്യഭാഷയൊക്കെ പറയാം. പരിശുദ്ധാത്മ നമ്മുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. പക്ഷേ ആ ശക്തി തരുന്നത് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, സാക്ഷിയായിട്ട് പോകാനും കൂടാ, സാക്ഷിയായിട്ട് പോകാനും കൂടിയാ. ശരി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി തികഞ്ഞു വരുന്നത്. ഇറ്റ് ഷോസ് വെൽ ഇൻ യുവർ വീക്ക്നെസ് എന്നാണ്. ഈ മരുന്ന് രാവിലെ കഴിക്കണം കേട്ടോ. ചില മരുന്നിന് താഴെ എഴുതിയിരിക്കും, വെറും വയറ്റിൽ കഴിച്ചാൽ അത്രയും നല്ലത്. പൊട്ടും പഴം അടിച്ചിട്ട് കഴിക്കാം, എന്നാലും കുഴപ്പമില്ല. പക്ഷേ വെറും വയറ്റിൽ കഴിച്ചാൽ അത്രയും നല്ലത് എന്ന് പറയുന്ന പോലെ, ബലഹീനമായിരിക്കുമ്പോഴാണ് ദൈവശക്തി എന്നിൽ തികഞ്ഞു വരുന്നത്. അതായത് മറ്റുള്ളവർ നോട്ടീസ് ചെയ്യത്തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുന്നത് ഞാൻ ബലഹീനമായിരിക്കുമ്പോൾ ദൈവശക്തി എന്നിൽ വ്യാപരിക്കുന്നത് കാണുമ്പോഴാണ്. എത്ര പേർക്കത് മനസ്സിലായി? ഇന്ന് ബലഹീനരാകാൻ നമുക്ക് താല്പര്യമില്ല. വി ഓൾ വോണ്ട് ടു ബി സ്ട്രോങ്. ഇപ്പം ഞാൻ സ്ട്രോങ് ആണ്, ബ്രദറും സ്ട്രോങ് ആണ്, നമ്മൾ രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യും, അന്യോന്യം മൽപ്പിടുത്തത്തിന് വരും. ഞാനാണോ സ്ട്രോങ്, നീയാണോ സ്ട്രോങ്. അതേസമയത്ത് ഞാനും വീക്ക്, ബ്രദറും വീക്ക്. അപ്പോൾ എന്താണ്, നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യും. എങ്ങനെയാണ്, വാ നമുക്കിവിടെ ഇരിക്കാം, പറ. കാര്യം എന്താ, അവിടെ കോമ്പീറ്റ് ചെയ്യാനൊന്നുമില്ല. ഇന്നത്തെ പ്രശ്നം, ആരും വീക്കല്ല, എല്ലാവരും എഴുന്നേറ്റ് സ്ട്രോങ്ങാണ്. അതല്ലേ പ്രശ്നം അല്ലേ? സഭയ്ക്കകത്ത് വരുമ്പോൾ എല്ലാവരും അങ്ങ് സ്ട്രോങ് ആണ്, ഒന്നുമില്ല, സ്ട്രോങ് ആയിട്ട് അങ്ങ് അഭിനയിക്കും. അല്ല, നമുക്ക് വീക്ക്നെസ് ഉണ്ട്. വി ആർ വീക്ക് ഇൻ സം ഏരിയാസ്. അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അടുത്തത്, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന്. ആ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ വന്നും പോയി നിൽക്കുന്ന ശക്തിയല്ല, അല്ലേ? വന്നും പോയിരിക്കുന്ന, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് ഒരുവൻ്റെ മേൽ വന്ന് ആ ഒരു ദൗത്യം നിർവഹിച്ചിട്ട് അങ്ങ് പോവും. നമുക്കറിയാം പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, അല്ലേ? പെന്തക്കോസ്ത് നാൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് തിരിച്ചു പോയിട്ടില്ല.
പക്ഷേ ഈ ലോകത്തിലേക്ക് വന്ന പരിശുദ്ധാത്മാ നമ്മളിലേക്ക് വന്ന് വസിക്കണമെങ്കിൽ ഈ ആലയത്തിൽ വന്നങ്ങ് വസിക്കണമെങ്കിൽ, ഈ ടെമ്പിൾ അല്ലെങ്കിൽ ഈ കൂടാരത്തിൽ വന്ന് വസിക്കണമെങ്കിൽ ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അപ്പം ഈ ശക്തി എന്നിൽ എപ്പോഴും ആവസിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? എൻ്റെ ബലഹീനതകളിൽ എന്തു ചെയ്യണം? നിങ്ങൾ ഇത്രയും നാൾ കേട്ടതെന്താ? ഇപ്പം 12ലെ പരീക്ഷയ്ക്ക് പിള്ളേർക്കെല്ലാം കിട്ടി. നമ്മുടെ ഇവിടെ അറിയാലോ എത്ര A++++, സ്കൂൾ ടോപ്പേഴ്സ്, ഇങ്ങനെ എന്തൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ മോക്ക് D++ അല്ലെങ്കിൽ D-, അങ്ങനെ സാധനം ഉണ്ടായിരുന്നെങ്കിൽ അത് മൊത്തത്തിന് തോറ്റുപോയി, ഒന്നിനു പോലും ജയിച്ചില്ല. എനിക്കൊരു വാക്ക് സാക്ഷ്യം പറഞ്ഞു പാസ്റ്ററെ. എൻ്റെ മോള് 12ാം ക്ലാസ്സിലായിരുന്നു, പരീക്ഷ എഴുതി എല്ലാ പേപ്പറും തോറ്റു, സ്തോത്രം എന്ന് ഇന്ന് വരെ സാക്ഷി കേട്ടിട്ടുണ്ടോ? അതെന്താ കേൾക്കാത്തത്? പക്ഷേ ഈ ടോപ്പേഴ്സിൻ്റെ സാക്ഷ്യങ്ങളെ നമ്മൾ കേൾക്കുന്നുള്ളൂ. വാട്ട് അബൌട്ട് ദ ലൂസേഴ്സ്? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ബലഹീനതയിൽ പ്രശംസിക്കുന്നത് സിമ്പതി പിടിക്കാനല്ല, ആ ബലഹീനതയിലാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. ദയവായി ഇതൊന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കണം, അല്ലേ? ഇന്ന് ദ വേൾഡ് ഈസ് ഓൾവേസ് ലുക്കിംഗ് ഫോർ ദ ലൂസേഴ്സ് അല്ല, ദ വിന്നേഴ്സ്. പക്ഷെ ബൈബിളിൽ വിന്നേഴ്സ് എന്നുള്ള പദമല്ല, ഓവർകമേഴ്സ് എന്നുള്ള പദമാണ്. ജയിക്കുന്നവൻ എന്നോടിരിക്കുവാൻ ഞാൻ അധികാരം കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ അത് കൊടുക്കും, ജയിക്കുന്നവൻ എൻ്റെ കൂടെ വാഴും, അല്ലേ? അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ബലഹീനമായിരിക്കുമ്പോൾ തന്നെ ഞാൻ ജയാളിയാണ്, അല്ലേ? പക്ഷെ ആ ജയം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ ബലഹീനനാണെന്ന് സമ്മതിക്കുന്നു. പക്ഷെ ആ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി എന്നിൽ വന്ന് തികഞ്ഞവനാക്കി തീർക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഞാൻ എൻ്റെ ബലഹീനതയിൽ എപ്പോഴും എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം അനുവദിച്ചിരിക്കുന്ന ചില ബലഹീനതകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാനിത് പറയുന്നത് നിങ്ങൾ ഒത്തിരി പേർക്ക് അത് ശരിയാണോ, പാസ്റ്റർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ആലോചിച്ച് നോക്ക്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്കൊക്കെ ഒത്തിരി ബലഹീനതകളുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ശരീരത്തിലുണ്ട്, മനസ്സിലുമുണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ ഒരുപാട് ബലഹീനതയും കുറവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ഗോയിങ് ത്രൂ, റിലൈ ഓൺ ഹിം ആൻഡ് ഹിസ് സ്ട്രെങ്ത്. അവനിലും അവൻ്റെ ശക്തിയിലും മാത്രം ആശ്രയിക്കുക, തന്നിൽ ആശ്രയിക്കരുതെന്നാണ് നേരത്തെ നമ്മൾ വായിച്ചത്. ഇന്നത്തെ പ്രശ്നം, ഞാൻ എന്നിൽ ആശ്രയിച്ച് ഞാനങ്ങ് എങ്ങനെയെങ്കിലും ഞാൻ കവർ ചെയ്യും. നോ, കവറപ്പ് ചെയ്യാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ബലഹീനത തുറന്ന് സമ്മതിക്കുക. ബലഹീനനാണെന്ന് ദൈവസന്നിധിയിൽ പോയി നെടുമ്പാട് വീണ് ദൈവത്തോട് പറയുക. എല്ലാവരോടും പറഞ്ഞ് നമ്മളിങ്ങനെ സിമ്പതി പിടിച്ചിട്ട് എന്ത് കാര്യം പ്രിയപ്പെട്ടവരെ, അല്ലേ? എനിക്ക് ചിലരെ അറിയാം, അവരെപ്പോഴും എന്നെ ആരും ഒന്നും ആശ്വസിപ്പിക്കുന്നില്ല, എന്നെ ആരും ഒന്നും ഈ പറഞ്ഞ പോലെ എന്നെ ഒന്ന് കാണുന്നില്ല, ആരും എന്നെ ഒന്ന് വിളിക്കുന്നില്ല, ആരും എനിക്ക് വേണ്ടി എല്ലാം ഇങ്ങനെ സങ്കടമാണ് പറയുന്നത്. ശരിയാ, ക്ഷീണം വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, നമ്മൾ ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നും. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവം ധൈര്യപ്പെടുത്തുന്നൊരു കാര്യം, ആരും അറിഞ്ഞില്ലെങ്കിലും, ആരും മനസ്സിലാക്കിയില്ലെങ്കിലും, ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ആരും കണ്ടില്ലെങ്കിലും, ചിലർ കണ്ടും കാണാതെയൊക്കെ പോയെന്നും ഇരിക്കും, പക്ഷെ അവിടെയും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ ബലഹീനതയിലാണ് എന്നെ ബലപ്പെടുത്തി എന്നെ ശക്തി. ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ബലം അവൻ തരുന്നത്. നല്ലോണം ഓർക്കണം. നമ്മുടെ ചരിത്രം 2000 കൊല്ലത്തെ മാത്രമല്ല, വേദപുസ്തകത്തിലെ ഭക്തന്മാരുടെ ചരിത്രം എടുത്ത് നോക്കിയാലും അറിയാം, അവർ പലരും പല കാര്യത്തിൽ വീക്കായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ലിമിറ്റേഷൻസ് ഒന്നും വകവയ്ക്കാതെ അവർ ദൈവത്തെ സ്നേഹിക്കുകയും അവർ സേവിക്കുകയും ചെയ്തു. അവിടെ എന്തു പറ്റി? അവരെ ശക്തമായി ദൈവം എടുത്ത് ഉപയോഗിച്ചു. ക്രിസ്ത്യാനികൾ ഉള്ളിടത്തെല്ലാം പാടുന്നൊരു പാട്ടാണ്, ഇംഗ്ലീഷിൽ ഏറ്റവും ഫേമസ് ആണത്, ബ്ലെസ്സഡ് അഷ്യൂറൻസ് ജീസസ് ഈസ് മൈൻ, അല്ലേ? യേശുവൻ സ്വന്തം ഹല്ലേലൂയ എന്നൊക്കെ നമ്മൾ പാടും. പക്ഷേ പ്രശ്നം, ആ പാട്ടെഴുതിയ ദൈവദാസിയെ നമുക്കറിയാം, ഫാനി ക്രോസ്ബി. അവർക്ക് ഈ പറഞ്ഞ 8000 പാട്ടുകളായി 8000 ഹിംസാണ് അവർ എഴുതിയത്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, അവരുടെ ജീവിതകാലം അവരുടെ 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു.
അവരെ സംബന്ധിച്ചോളം ഓൾവേസ് ഷീ ഹാസ് ടു ലിവ് അറ്റ് ദ മേഴ്സി ഓഫ് അതേഴ്സ്. ഒന്ന് പുറത്തു പോകണമെങ്കിൽ ഒരാൾ കൈപിടിച്ച് കൊണ്ടുപോകണം. അല്ല ചോദിക്കേ, ഇപ്പം പിന്നെ കണ്ണു കാണാത്തവർ കുറച്ചുകൂടെ ഒക്കെ ഒരു ആക്സസ് ഒക്കെ പറ്റും. അന്നൊക്കെ ഒട്ടും പറ്റത്തില്ല, ഒരാൾ കൂടെ വേണം എപ്പോഴും, അല്ലേ? അങ്ങനെ ആയിരുന്ന ഒരു സ്ത്രീയാണ് അവർ. ഈ പറഞ്ഞിട്ട് ഈ ലോകത്തെ ഒരു കാഴ്ചകളും കണ്ടിരുന്നില്ല. ഒരിക്കൽ അവരോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്കിപ്പം കാഴ്ച ദൈവം തന്നെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണണോ ആദ്യം? അവിടെ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിവിടെ വെച്ച് കാഴ്ച വേണ്ട. അതെന്താ? എനിക്ക് മരിച്ച് അങ്ങ് ചെല്ലുമ്പം എൻ്റെ കണ്ണ് താനെ തുറക്കും. അവിടെ ചെന്ന് കണ്ണ് കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അവിടെ ചെന്ന് കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന എൻ്റെ പ്രിയനെ ആയിരിക്കും. ഐ വോണ്ട് ടു സീ മൈ സേവിയർ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണ് തുറന്ന് ആദ്യം കാണേണ്ടത് എനിക്ക് എൻ്റെ കർത്താവിനെയാണ്. എനിക്ക് എൻ്റെ കർത്താവിനെ അല്ലാതെ ഈ ഭൂമിയിൽ ആരെയും കാണണ്ട. ഒരു ചോദ്യം, നിങ്ങൾക്ക് ആരെയാണ് കാണണ്ടേ? ഈ നേരം വെളുത്തെഴുന്നേറ്റ് എന്നും കാണുന്ന ഭർത്താവ്, എന്നും കാണുന്ന ഭാര്യ, ഇതല്ലേ നമ്മുടെ പ്രശ്നം, അല്ലേ? ആ സഹോദരി പറഞ്ഞു, എനിക്ക് ആരെയും കാണണ്ട ഇവിടെ, എൻ്റെ കണ്ണ് അടഞ്ഞ് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, പക്ഷേ ഞാൻ എൻ്റെ ആ പ്രിയനെ പറ്റി പാടിക്കൊണ്ടിരിക്കും. എന്താണ് പാട്ട്? ബ്ലെസ്സഡ് അഷ്വറൻസ്, പ്രത്യാശ അല്ല ആശിഷ്, ബ്ലെസ്സഡ് അഷ്വറൻസ്, ജീസസ് ഈസ് മൈൻ. Oh, what a foretaste of glory divine, heir of salvation, purchase of God, born of His Spirit, washed in His blood. ആ മഹതി 8000 പാട്ടെഴുതി ദൈവത്തെ പാടി സ്തുതിച്ചു. പക്ഷെ ഭൂമിയിൽ ഒരിക്കൽ പോലും കണ്ണ് തുറന്ന് ഒന്നും കണ്ടില്ല. സ്മിത്ത് വിഗിൽസ്വർത്ത് ലോകപ്രശസ്തനായ ഹീലിംഗ് ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ പോലൊരു രോഗശാന്തി വരപ്രാപ്തനെ പിന്നെ ക്രിസ്തീയ ചരിത്രത്തിലില്ല. അദ്ദേഹം ഒരു വലിയ മീറ്റിങ്ങിന് 1000 ഇരിക്കുമ്പം രോഗികൾ ഇങ്ങനെ ഈ എന്താ പറഞ്ഞ കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവരും സംസാരിക്കാത്തവരൊക്കെ 100 കണക്കായിരിക്കുന്നു. അദ്ദേഹം സ്റ്റേജ് ചെയ്യുന്നതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകൾ തുറക്കട്ടെ എന്ന് പറയത്തേ ഉള്ളൂ. കണ്ണുകൾ തുറക്കും, കാതുകൾ തുറക്കും, ഊമര് സംസാരിക്കും, മുടന്തര് നേരെയാവും, ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം തൻ്റെ ഒരു മകൾ ഡെഫ് ആൻഡ് ഡം ആയിരുന്നു, ബധിരയും മൂകയുമായിരുന്നു. ഇദ്ദേഹം വലിയ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ദൈവം ചെയ്ത അത്ഭുത കാര്യങ്ങളൊക്കെ വന്ന് വീട്ടിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ മോൾ ഓടി വരും, ഡാഡി ഹൗ വാസ് ഇറ്റ്? ഉടനെ പുള്ളി സൈൻ ലാംഗ്വേജിലാണ് പറയുന്നത്, അവളും അതാ മനസ്സിലാക്കിയിട്ട്. എൻ്റെ ചോദ്യം, 1000 സൗഖ്യമാക്കുവാൻ ദൈവം എടുത്ത് ഉപയോഗിച്ച ഈ വലിയ മനുഷ്യനെ തൻ്റെ വീട്ടിൽ എന്തിനാണ് ഒരു മകളെ ഊമയും ബധിരയുമായിട്ട് ദൈവം വെച്ചത്? എനിക്ക് പത്രക്കാർ ചോദിച്ചു, സാറ് ഈ ലോകം മൊത്തം പോയി എല്ലാവരെയും സൗഖ്യമാക്കുന്നത്, ഈ മോളെ എന്താ സൗഖ്യമാക്കാത്തത്? അപ്പോൾ സാറ് പറഞ്ഞു, ഇപ്പം മനസ്സിലായില്ലേ, ഞാനല്ല സൗഖ്യമാക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവാ സൗഖ്യമാക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചാൽ യേശു സൗഖ്യമാക്കുന്ന എനിക്ക് നല്ല ഉറപ്പാണ്, പിന്നെന്താ മോളെ സൗഖ്യമാക്കാത്തത്? അതൊരു ചോദ്യമാണ്, അതൊരു ശൂലമാണ്. നമ്മളായിരുന്നെങ്കിലോ, എൻ്റെ മോള് സൗഖ്യമായിട്ട് മതി, ഇനി ഞാൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ മോളും വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാനൊരു ദിവസം സൗദിയിലായിരുന്നു, ദമാമിൽ. അവിടെ ആ സൗദിയിലെ പ്രെയർ ഹോസ്റ്റ് ചെയ്ത പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോടൊന്ന് പരിചയപ്പെട്ടു. പുള്ളിക്കാരത്തിൻ്റെ ഫാദർ പഞ്ചാബിയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്റർ മക്കൾ എത്ര പേരുണ്ട്? അവർ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് മൂത്ത മോൻ 18 വയസ്സായി, അവന് 18 മാസം വരെ കുഴപ്പമില്ലായിരുന്നു, നോർമൽ ചൈൽഡായിരുന്നു. പിന്നെ അവനെന്തോ സ്പൈനൊരു കുഴപ്പമുണ്ടായി, അതിൽ നാം വീക്കായി. നൗ ഈസ് ഇൻ ദ വീൽ ചെയർ. 18 വയസ്സുള്ളൊരു മകൻ വീൽ ചെയറിൽ വീട്ടിലിരിക്കുന്നു. പക്ഷേ അപ്പനും അമ്മയും ഓടി നടന്ന് കർത്താവിനെ സേവിക്കുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു വേദന, 18 വയസ്സുള്ളൊരു മകൻ വീൽ ചെയറിലിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ അവൻ്റെ പേര്? ഹാനോക്ക്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു കോൺട്രാസ്റ്റ്, ലോർഡ് വാട്ട് ഈസ് ദിസ്? ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ഈ ഹാനോക്ക് വീൽ ചെയറിയിരിക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസം! എൻ്റെ മനസ്സ് ഒത്തിരി നൊന്തു. ഞാനന്ന് റൂമിൽ ചെന്ന് എൻ്റെ കൂടെയുള്ള മറ്റ് പാസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞ, ആ
പാസ്റ്ററിൻ്റെ കഥ അറിയാമോ? അറിയാം, ഞങ്ങൾക്ക് അറിയാം, മോനെ കണ്ടിട്ടുണ്ട് ഞങ്ങളെന്ന് ആരോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നല്ലേ നമ്മൾ ഈ ഹാനോക്ക് എന്താ വീൽ ചെയറിയിരിക്കുന്നത്? അവൻ പറഞ്ഞു, നമുക്കും അറിയത്തില്ല പാസ്റ്ററെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നേ, ആ മോനെ കർത്താവ് വിടിവിക്കുമായിരിക്കും. There are thorns which God has allowed with a purpose. And when you pray to God to remove those thorns, He may answer your prayer not the way which you want God to answer, but because He is sovereign God and He loves you so much, He is so gracious to answer your prayers by giving His grace. കൃപയാ തരുന്നത്. നമ്മൾ പറഞ്ഞ അതുപോലെ ദൈവം ചെയ്തു തരത്തില്ല, കൃപ തരും. ഇന്നൊരു തീരുമാനം എടുക്കണം. ലോർഡ്, ഐ നീഡ് യുവർ ഗ്രേസ്. ഐ ടേക്ക് ഗ്രേസ് ആസ് ആൻ ആൻസർ ടു മൈ പ്രയർ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൃപയായിരുന്നെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് കൃപ മതി. എത്ര പേര് പറയും, എനിക്ക് ആ കൃപ മതി, എനിക്ക് ആ കൃപ മതി, എനിക്ക് ആ കൃപ മതി. ഒരിക്കൽ പൗലോസും കൂട്ടരും ഒരു കപ്പലിൽ പോകുമ്പം, പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ആക്ട്സ് ചാപ്റ്റർ 28 അതിൽ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, മെലിത്ത എന്നൊരു ദ്വീപിൽ ചെന്ന് അവർ രക്ഷപ്പെട്ട് കയറി. 8-ാം വാക്യത്തിൽ കിടക്കുന്നു, അവിടെ ഒരു മനുഷ്യൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ അകത്തി എന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ചേട്ടാ, അവിടെ വീട്ടിൽ ചെന്ന് ഒരാൾക്ക് സുഖമില്ല, കൈവച്ചു പ്രാർത്ഥിച്ചു, സൗഖ്യം വന്നു. പക്ഷെ അടുത്ത വാക്യമാണ്, ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. ഈ ദ്വീപിൽ ഇപ്പോൾ എല്ലാവർക്കും ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തുക. പക്ഷേ ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വന്ന് ഇങ്ങനെ നടത്താൻ വേണ്ടി എന്തോ ഒരു പാടാ പെട്ടത്. ഈ കപ്പൽ വരുന്ന വഴിക്ക് തകർന്ന് അവസാനം തുണ്ടായി അതേ ഒരു കഷ്ണത്തിൽ അള്ളിപ്പിടിച്ച് കിടന്ന് തണുത്ത് വിറച്ച് വന്ന് ഒരു ദ്വീപിൽ വന്ന് കയറി. അവിടെ വന്ന് കയറിയപ്പോൾ അവിടെ വലിയ മിനിസ്ട്രി, എന്താണ് ഹീലിംഗ് മിനിസ്ട്രി. പക്ഷേ ഈ ഹീലിംഗ് മിനിസ്ട്രിക്ക് ഈ മനുഷ്യൻ കൊടുത്ത വില കണ്ടോ? ഇന്ന് നമ്മുടെയൊക്കെ കൈ കൂടെ ഹീലിംഗ് മിനിസ്ട്രി നടക്കുന്നില്ല എന്നല്ലേ പറയുന്നത്. എൻ്റെ ചോദ്യം, നമ്മൾ എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത്? എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത്? നിങ്ങളുടെ കയ്യിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സാധാരണ സംഭവം പോലെ നടക്കും. പക്ഷേ ആ ദൈവകൃപയിൽ ആശ്രയിക്കണം. ദൈവം തന്നിരിക്കുന്ന ചില ശൂലങ്ങൾ നീങ്ങിപ്പോകത്തില്ല. ആ ശൂലം ഉണ്ടാവും. അതെന്തും ആവട്ടെ, അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. You did the right thing. You prayed to God so that He will remove it. അത് ചെയ്യണം, പ്രാർത്ഥിക്കണം. 3 വട്ടം പ്രാർത്ഥിച്ചു. പക്ഷെ പിന്നീട് 4-ാം വട്ടം പ്രാർത്ഥിച്ചില്ല. ഇന്ന് നമ്മൾ 70 വട്ടം എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചിരിക്കുക. പക്ഷേ വി മിസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവകൃപ നമ്മൾ മിസ് ചെയ്യുന്നു. ഇതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്കറിയാം. സംടൈംസ് we are so zealous to get our prayers answered, we miss the grace of God. ഇന്ന് എത്ര പേരൊരു തീരുമാനം എടുക്കും? ആ ഫാനി ക്രോസ്ബിയെ പോലെ യേശുവൻ സ്വന്തം, ഹല്ലേലൂയ, എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, എൻ്റെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര ഭാഗ്യം. എന്താ? എൻ്റെ യേശു എൻ്റെ സ്വന്തമാണ്. എത്ര പേര് പറയും എൻ്റെ യേശു എൻ്റെ സ്വന്തമാണ്? എന്നോട് ഭാഗ്യം, അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത്രയ്ക്ക് ഭാഗ്യവാനാണ് ഞാൻ. കാര്യം എന്താ? ജീസസ് ഈസ് മൈ ഓൺ. എൻ്റേതാ, ഹീസ് മൈൻ. അവൻ എൻ്റേതാണെന്നുമല്ല, ഞാൻ അവൻ്റേതാണെന്നുമുണ്ട്. എൻ്റെ ഉടയവൻ, ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ കർത്താവ് രാത്രിയിൽ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, നീ നശിച്ചു പോകത്തില്ല, നിൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നീ ചെന്ന് കയറുന്ന ദ്വീപിലുള്ള എല്ലാ രോഗികളെ നീ സൗഖ്യമാക്കും. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചോ? ഒറ്റ ഒരു അസുഖം വന്നപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചോ? ഒരു പ്രയാസം ജീവിതത്തിൽ വന്നപ്പോൾ ക്ഷീണിച്ചോ? ഇന്ന് നിങ്ങളോടാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്, ഞാൻ നിനക്ക് ബലം തരും.
നീ ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നെ ബലപ്പെടുത്തും. ബലം കുറഞ്ഞാൽ ഞാൻ നിനക്ക് ശക്തി തരും. നീ കഴുകന്മാരെ പോലെ നീ ചിറകടിച്ച് ഉയരും. നീ കുതിരകളെ പോലെ നീ ഓടും. ഹല്ലേലൂയ. നീ ഒരു പുഴുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല, നിന്നെ ഞാനൊരു ബുൾഡോസറാക്കും. ഇന്ന് ഈ ഉച്ച സമയത്ത് ആരൊക്കെ പുഴുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, ആ പുഴു എന്നുള്ള ആറ്റിറ്റ്യൂഡ് നല്ലതാ. പക്ഷെ കർത്താവ് നമ്മളെ ആക്കാൻ പോകുന്നത് പുഴുവായിട്ടല്ല, ഒരു പുഴുവിന്റെ പ്രവൃത്തിക്കല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. കൂടിപ്പോയ ഒരു പുഴു ഒരു ചിത്രശലമാവുമെന്നുള്ള അല്ല, ബലമേറിയത് മൂർച്ചയുമുള്ള മെതിവണ്ടിയാക്കി ഞാൻ നിന്നെ മാറ്റും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നത്? കർത്താവേ, അതിന് വേണ്ടുന്ന ഒറ്റ കാര്യം വേറൊന്നുമല്ല. കൃപ 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 കൃപ. വായി തുറന്ന് പറഞ്ഞാട്ടെ, എന്റെ കൃപ നിനക്ക് മതി എന്ന് പൗലോസിനോട് പറഞ്ഞ ദൈവമേ, അങ്ങയുടെ കൃപ എനിക്ക് തരണമേ, അങ്ങയുടെ കൃപ എനിക്ക് തരണമേ, അങ്ങയുടെ കൃപ എനിക്ക് തരണമേ. വായി തുറന്നാട്ട് കൃപ എന്ന് പറഞ്ഞാട്ട്, ഗ്രേസ് ഓഫ് ഗോഡ്, ഐ നീഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. Your grace is sufficient for me. Your grace is sufficient for me. അങ്ങയുടെ കൃപ എനിക്ക് മതി കർത്താവേ. കൃപയല്ലാതെ എനിക്ക് ഒന്നും വേണ്ട കർത്താവേ. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. യേശുവൻ സ്വന്തം. ഹല്ലേലൂയ. യേശുവൻ സ്വന്തം. ഹല്ലേലൂയ. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയതാ. This is my story. This is my song, praising my Savior all the day long. This is my story. This is my song, praising my Savior all the day long. കരങ്ങളെ ഉയർത്തി, praising my Savior all the day long. ആ കരങ്ങളെ വീശി ദൈവത്തോട് പറഞ്ഞാട്ട്, ഞാൻ എപ്പോഴും അങ്ങേ സ്തുതിച്ചുകൊണ്ട്, അങ്ങേ വാഴ്ത്തിക്കൊണ്ട്, അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട്, അങ്ങേ ആരാധിച്ചുകൊണ്ട്, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ കർത്താവേ ജീവിക്കും. അതല്ലാതെ ഒന്നും വേണ്ട. എൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കട്ടെ, അങ്ങറിയാതെ ഒന്നും എൻ്റെ ശരീരത്തിലോ, എൻ്റെ ജീവിതത്തിലോ, എൻ്റെ കുടുംബത്തിലോ, എൻ്റെ ശുശ്രൂഷയിലോ എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എല്ലാം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടത് കൊണ്ട്, സകലവും നന്മയ്ക്കായി എൻ്റെ ദൈവം കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമായിരിക്കാൻ അങ്ങയുടെ കരുത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ, സമർപ്പിച്ചാട്ടെ, സമർപ്പിച്ചാട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.